ശ്രീയേട്ടാ ചായ. വേറൊരു മോഹൻലാൽ ഫാനെ വിളിക്കുന്നു. ആരും സുരേഷോ? ശ്രീലാലെ നീ അറിഞ്ഞോ? എന്താ മോനെ ദിനേശ? നമ്മുടെ ലാലേട്ടനെ സാന്റിയാഗോയിലുണ്ട്. ശരിക്കും ലാലേട്ടനോ? സാന്റിയാഗോയിലോ? നീ അറിഞ്ഞില്ലേ? ഇല്ല ഇല്ല. ഏതൊരു പുതിയ മൂവി ഷൂട്ടിംഗ് ആണ്, ഏതൊരു ഹോട്ടലുണ്ട് ആള്. എടാ നമുക്ക് പോണ്ടേ? പോണ്ടേന്നോ? എപ്പോ പോയി ചോദിച്ചാ പോരെ? നീ എന്നെ പിക്ക് ചെയ്യോ? എവിടെ സ്ഥലം? എടാ എന്റെ വീട് എവിടെയെന്ന് നിനക്ക് അറിയില്ലേ? എടാ തെണ്ടി, നിന്റെ വീടല്ല. ലാലേട്ട് എവിടെയുള്ളത്, ഏത് ഹോട്ടലാണെന്ന് നിനക്ക് അറിയാമോ? എടാ ഇപ്പൊ കിട്ടിയ ന്യൂസ് ആണ്. നീ അല്ലേ മോഹൻലാൽ ഫാന്? നീ കണ്ടുപിടിക്കും. ബെസ്റ്റ്. എടാ മോനെ ദിനേശ, നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും കൊണ്ട ധാരാവിയിലെ ഒരു ചെയിൻ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചവരാണ് ഈ ഞാൻ. എനിക്ക് ഈ കൊച്ചു സാന്റിയാഗോയിലെ കൊച്ചു ഹോട്ടലിലെ കൊച്ചു മുറിയിൽ നിന്ന് ലാലേട്ടിനെ തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞാൽ പൂ പറിക്കുന്ന പോലത്തെ ഒരു ഈസിയായ ടാസ്ക് ആണ്. എന്നോടാണോ കളി? ഇപ്പൊ ഞാൻ ശരിയാക്കി. എന്റെ അമ്മോ, 561 ഹോട്ടലോ 66 മുറിയോ? ഇത് എവിടെ പോയി തപ്പാനാണ്? ശ്രീയേട്ടാ, നിങ്ങൾ ആ ചീട്ട് കളിക്ക് RSVP ചെയ്തായിരുന്നോ? ചീട്ടുകളി കേരള ക്ലബ് കോശിച്ചാരനെ വിളിച്ചാലോ? ഹലോ ഹലോ, കോശിച്ചാരനല്ലേ? അതെ, ക്വസ്റ്റ്യൻ സ്പീക്കിംഗ്. കേരള കപ്പിൾസൺ ക്വസ്റ്റ്യൻ സ്പീക്കിംഗ്. എന്നെ മനസ്സിലായോ? ഞാൻ ശ്രീലാൽ. ഞാൻ മലയാളം പരിപാടിക്കൊക്കെ വരാറുണ്ട്. അതെയോ? സാന്റിയാഗോയില് ലാലേട്ടൻ വന്നു കേട്ടിട്ടുണ്ട്. എവിടെയാ താമസിക്കുന്ന അറിയാമോ? മോഹൻലാലോ? സാന്റിയാഗോയിലോ? അതേന്ന്. മോഹൻലാലെ നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടാ. അതല്ലാന്ന്. ഓ, നിനക്ക് വേറെ പണിയൊന്നുമില്ല വെച്ചിനെ പോയി അവരുടെ കൂടെ സെൽഫി എടുക്കാനായിട്ട്? ചേട്ടനൊന്ന് പോയി അന്വേഷിക്കാൻ വരും. നീ ഒന്ന് വെച്ചിട്ട് പോടാ വെച്ചിനെ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. കേരള ക്ലബിന്റെ കണക്കൊക്കെ നോക്കാനാണ്. നീ വേറെ പണിയുണ്ട്. മോളെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ബിസിയാ. പിക്കപ്പും ഡ്രോപ്പൊന്നും പറ്റില്ല. എനിക്കൊരാളെ കാണാൻ പോണം. ആരെയാ? പറഞ്ഞാ വിശ്വസിക്കൂല. സാന്റിയാഗോയില് നമ്മുടെ ലാലേട്ടൻ എത്തിയിട്ടുണ്ട്. ശരിക്കും? യെസ് ബേബി. എന്നാ പിന്നെ നിങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് വാ. അത് ചെറിയ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? അങ്ങനെ സെൽഫി എടുക്കാൻ നിന്നതല്ലേ? അതല്ല, ഒരു പ്രശ്നമുണ്ട്. ലേറ്റ് ആവും വിചാരിച്ചിട്ടാ? അതൊന്നുമല്ല. സാന്റിയാഗോയില് പുള്ളി എവിടെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. നീ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നുണ്ടോ? എന്തിന്? നീ കാര്യം പറഞ്ഞു. എന്ത്? നമ്മളെ മോഹൻലാല് സാന്റിയാഗോയിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞു, പക്ഷെ പുള്ളി എവിടെയാണെന്ന് അറിയണ്ടേ? പുള്ളി എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. നീ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ. അതെങ്ങനെ അറിയാം? എന്റെ കുഞ്ഞമ്മേരെ അളിയന്റെ അനിയെ മോഹൻലാലിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ടാണ്. നിനക്ക് പോലും അറിയാം. എടാ, എന്റെ കുഞ്ഞമ്മേരെ അളിയന്റെ അനിയെ മോഹൻലാലിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ടാണ്. അളിയന്റെ നമ്പറൊക്കെ എന്റെ ഉണ്ട്. ഓ, അളിയനെങ്കിൽ അളിയൻ നമ്പർ ഉണ്ടല്ലോ എന്റെ കയ്യിൽ. 10 അക്ക നമ്പറുണ്ട്. നമ്പറാണ് ഒരു ഫോൺ നമ്പർ അവന് 10 അല്ലെങ്കിൽ 20 ആക്കണമാണ്. നീ ഒന്ന് പോയി പെട്ടെന്ന് റെഡിയാകണേ. തമാശ നീ പോയി വണ്ടി എടുക്കും. നീ ഇങ്ങനെ പറഞ്ഞത് ഇതന്നെ കുഴപ്പം. ഇതൊരുമാതിരി റേഷൻ പൈലുള്ള പോലെ ഉണ്ടല്ലോ. പോയി വൃത്തിയുള്ള പോലെ ഇട്ടോണ്ട് പോണേ. കണ്ടില്ലേ കണ്ടില്ലേ? ഇങ്ങനെ അവന്റെ അന്തസ്സുള്ള ഉടുപ്പിട്ടോണ്ട് പറഞ്ഞു പോയിട്ടോ. അന്തസ്സുള്ള ഉടുപ്പ് 2 മിനിറ്റ് പോയിട്ട് വരാം. ഇതിനിപ്പോ എന്തോ ഒരു കുഴപ്പം? ഒരു ഡ്രസ് സെൻസും ഇല്ലാത്ത ബ്ലഡി ഗ്രാമവാസി മലയാളീസ്. ഒന്ന് ഇറങ്ങണേ. നമുക്ക് സുമേഷിനോട് പിക്ക് ചെയ്യണേ. അവനോട് ലാലേട്ടൻ വന്ന കാര്യം പറഞ്ഞു. അവനെന്ത്? നമുക്ക് വണ്ടിക്കകത്ത് ഇഷ്ടം പോലെ സ്ഥലം കിടക്കണ്. അളിയ പിന്നൊരു കാര്യം, എന്റെ കുഞ്ഞമ്മേരെ അളിയന്റെ കാര്യം അത് നീ മറക്കരുത്. ഹലോ സുമേഷ്, നീ റെഡിയല്ലേ? നമ്മൾ എത്താറായി.
എടാ ലാലേട്ടൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാ നീ പെട്ടെന്ന് താഴെ ഇറങ്ങി വാ, നമ്മളെത്തി. 2 മിനിറ്റ്. ഓക്കെ ശരി. ഞാൻ നമ്മുടെ കോശിച്ചാനെ വിളിച്ചായിരുന്നു. ഇത് നമ്മുടെ കേരള ക്ലബോ? ആ പുള്ളി തന്നെ. സാന്റിയാഗോയിൽ ലാലേട്ടനുണ്ടെന്ന് പുള്ളിക്ക് അറിയാമെന്ന് അറിയാൻ വിളിച്ചതാ. എന്നിട്ട് ഒടുക്കത്തെ ജാട. പുള്ളിക്ക് ഫോൺ എടുക്കാൻ വയ്യ, സംസാരിക്കാൻ സമയമില്ല. കാര്യം അവിടെ ചെന്ന് ലാലേട്ടൻ ഞാൻ ആദ്യം പോയി പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്നാൽ മതി. അവിടെ ചെല്ലുമ്പോ അറിയാം നിങ്ങളെ അകത്ത് കയറ്റി വിടുമെന്ന് തന്നെ. ഓരോന്നിന്റെ വേഷങ്ങൾ തന്നെ കണ്ടില്ലേ? വേഷം, ഈ വേഷത്തിൽ നീ അങ്ങ് ചെന്നാ മതി. ഇതിനെന്താ കുഴപ്പം? ഒന്നുമില്ല. നീ ആദ്യം അളിയൻ എന്നെ വിളി. ആരാ? എന്റെ അളിയന്? ഇല്ലടേ, നിന്റെ അളിയനല്ല. ഞാൻ വണ്ടി ഒന്ന് ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ അളിയനെ വിളിച്ച് റെഡിയാക്കി തരാം. ഹലോ, ഞാൻ വിനോദിന്റെ വല്യമ്മേരെ അളിയന്റെ മൂത്തമ്മ. ഓ വിനോദിന്റെ വല്യമ്മേരെ അളിയന്റെ മൂത്തമ്മ. ലിജോട്ടിന്റെ നമ്പർ ഇപ്പോഴാണ് കിട്ടിയത്. ഞാൻ വിളിച്ചത് അണ്ണാ ലാലേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. എന്നാ പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ്. ഫോട്ടോ മാത്രം പോരാ, പറ്റുകയാണെങ്കിൽ ഒരു ഡിന്നറിനുള്ള വകുപ്പൂടെ കിട്ടിയ. ഞങ്ങൾ ഇറങ്ങി ഓൾറെഡി. ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഹലോ കുഞ്ഞമ്മയുടെ അളിയന്റെ മോൻ. ഇവന്മാർക്ക് അമേരിക്ക വന്നാലും ഒരു പണിയില്ലേ. ഹലോ അണ്ണായി നടക്കോ? അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാന ലക്ഷണമാണ്. പോയി നോക്കാന്നേ. നോക്കാം വാ. ലാലേട്ടൻ സാന്റിയാഗോ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല കാര്യം. ലാലേട്ടനെ കണ്ടില്ലെങ്കിൽ എന്താ, നീ സാന്റിയാഗോയുടെ ഭംഗി നോക്ക്. ഇന്നത്തെ ദിവസം വേസ്റ്റ് ആയ ലക്ഷണമാണ്. എനിക്ക് ലാലേട്ടനെ കണ്ടേ മതിയാവും. അവന്റെ ഒരു ഓഞ്ഞ ചെരുപ്പും കൂട്ടും കോപ്പിലെ കൂളിംഗ് ഗ്ലാസും എന്തുവാടേ ഇത്? ബ്രോ, നിങ്ങൾക്ക് ഡ്രസ്സൻസ് ഇല്ലാത്ത എന്താ കുഴപ്പം? ഇതാണോ ഡ്രസ്? ഇവിടെ മലയാളികൾക്കൊക്കെ ഫുഡ് വെച്ചെടുക്കുന്ന ആ പുള്ളി വഴി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതാ കേരള ക്ലബോ? ആ ജാടത്തണ്ടി തന്നെ. എന്നാ നമ്പർ എന്റെ കയ്യിലുണ്ട്. ആരെ? മണിയാശാന്റെ? അല്ല, പിന്നെ എന്റെ അളിയന്റെ, അമ്മായിയുടെ, അനിയന്റെ. എന്തേലും പറഞ്ഞ് എന്റെ അമ്മായി അടിയെ. അശനെ, ഞാനാ സുമേഷ്. അശൻ അവിടെ ഉണ്ട് ഇപ്പൊ. നീ വിളിച്ചത് നന്നായി. എനിക്കൊരു ഹെൽപ്പ് വേണം. അശനെ, ഞാൻ വിളിച്ച എനിക്കൊരു ഹെൽപ്പിനാണ്. അതെന്താടാ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യില്ലേ? ചെയ്യാം, പക്ഷെ ആദ്യം ആശാൻ എന്നെ ഒന്ന് ഹെൽപ്പ് നീ ചെയ്യും. എന്നെ ആദ്യം ഹെൽപ്പ് ചെയ്യും, എന്നിട്ട് ഞാൻ നിന്നെ ഹെൽപ്പാ. ഓക്കെ അശനെ, ഞാൻ ആശാൻ ആദ്യം ഹെൽപ്പ് ചെയ്യാം.
എന്നിട്ട് ഞാൻ എന്റെ ഹെൽപ്പ് ചോദിക്കാം. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേരെ. അല്ലെങ്കിൽ വേണ്ട ബുദ്ധി. ആശാനെ വേണ്ട. ആശാൻ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ മാരിയറ്റിന്റെ ബാറില്. ലാൽ മാരിയറ്റ്. ആശാനെ മാരിയറ്റിലാണ്. മോഹൻലാൽ ഇവിടെ. ആ ഓക്കെ കാണാം. നമുക്ക് പോ. ആശാനെ എണീക്ക് ആശാനെ. ആ നിങ്ങൾ എത്തിയോ? പോവാ. നിങ്ങളെ ഈ വലിയ മുന്തിയ ഹോട്ടലിലൊക്കെ അടിച്ച് പിമ്പിരിയ എന്ത് പണ്ട. എനിക്ക് അവിടെ ഇരിക്കണം. എനിക്ക് അവിടെ ഇരിക്കണം. ഈ ഗ്ലാസ് കുടി. ആ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ മനുഷ്യ ഇങ്ങനെ കാര്യം. പോയി. മനുഷ്യ എണീക്ക് മനുഷ്യ. ലാൽ സലാം. നിങ്ങൾ ഇങ്ങോട്ട് അയച്ചു വന്നാണ് എന്തോന്ന് കാണിക്കുന്നത്. അതൊക്കെ. മോഹൻലാലിന്റെ പരിപാടിയുടെ കാറ്ററിംഗ് ആശാനല്ലേ? ഞാൻ അവരുടെ കേറ്ററിംഗ് $10 കരിമീൻ കൊള്ളിച്ചത്, ബീഫ് ഉലത്തിയത്, ചിക്കൻ പഫ്, ഇന്ന് പാട് പോത്ത് ഇറച്ചി, ഇതൊക്കെ മുതലാവില്ല. എടാ മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും നമ്മൾ ലാലേട്ടനെ കണ്ടിരിക്കും. നല്ല ആൽക്കഹോളിക് വെതർ. നമുക്ക് 2 എണ്ണം വിട്ട് റിലാക്സ് ചെയ്ത് സുഖമായിട്ടിരിക്കാം. ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വക. ആശാനെ, ഈ വിളിച്ചവരുടെ നമ്പർ വല്ലതും ഉണ്ടോ കയ്യില്? നമ്പറൊന്നുമില്ല, നമുക്ക് ചോദിച്ചു പോവാം. ആശാനെ, നിങ്ങൾ ഓൾറെഡി ഫിറ്റ് അല്ലേ? ഇനിയും താങ്ങുമോ? നീ ഇവിടെ വന്നിരിക്കണ, ഇവിടെ വന്ന് അടിച്ചോണ്ടിരിക്കണ. വെളിയിലത്തെ ബോർഡ് കണ്ടായിരുന്ന ലാലായിട്ട് ഇവിടെ ഉണ്ടോ തോന്നണ്ടാ? ഓ സത്യം. പിന്നെ ലാലേട്ടൻ ഇവിടെ നീ വന്നിരുന്ന് അടിക്കാൻ നോക്കിയേ. ഇരുന്നിട്ട് വെറുതെ വളവള വർത്താനം പറഞ്ഞു. ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് നിങ്ങൾക്കല്ലേ കാണാനുള്ളത്. പിന്നെ ലാലേട്ടൻ കൂടെ സെൽഫി, ഡിന്നർ, എന്തൊക്കെയായിരുന്നു. ഇനി അവൾ എന്തോ പറയും. സെൽഫി അടിക്കാൻ എനിക്കറിയില്ല, പക്ഷെ ഡിന്നർ എന്റെ വക. ആശാനെ, നമ്മൾ ഇരുന്ന് അടിക്കുന്ന കാര്യമല്ല, ലാലേട്ടൻ കൂടെ ഇരുന്ന് അടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അളയ ഡിന്നർ സെറ്റായി, സെൽഫി അല്ലെ ഞാൻ എടുത്തു തരാം. സെൽഫി റെഡി. എടാ ഉള്ളപ്പോ നീ എന്തിനു മേടിക്കുന്നത്? ഞാൻ റെഡിയാക്കി തരാം. അവന്റെ മറ്റേ കുഞ്ഞമ്മയുടെ അളിയന്റെ അത് തന്നെ. ഓ, ഇതുപോലുള്ള മണ്ടന്മാരായിട്ടാണ് ഞാൻ ശംഭോ മഹാദേവ. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെ. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ.